ഇവൻ തീവ്രവാദി തന്നെയാണ്. സെയ്ഫുള്ള കസൂരി എന്ന് പറയുന്ന ഇവൻ തീവ്രവാദി എന്ന് കരുതികൊണ്ട് തൊപ്പി വെച്ച എല്ലാവരും തീവ്രവാദികളല്ല. മുസ്ലിം എന്നുള്ള നാമപ്പേരുള്ള എല്ലാവരും തീവ്രവാദികളല്ല. മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും തീവ്രവാദികളല്ല എന്നും കരുതിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പല കമന്റ് ബോക്സിലും ഈ ഒരു വിപത്ത് ആ കാശ്മീരിൽ നടന്നിട്ട് ഇത്രയും പേര് മരണപ്പെട്ടപ്പോഴും, കൊലപാതകം അതായത് തീവ്രാക്രമണത്തിൽ ഇത്രയും പേര് മരിച്ചപ്പോഴും ഈ കമന്റ് ബോക്സുകളിൽ വരുന്ന ഒരേ ഒരു ഡയലോഗുകളുള്ളൂ: അവൻ മുസ്ലിം ആയതുകൊണ്ട് മറ്റവർ രക്ഷപ്പെട്ടു, അവൻ ഹിന്ദു ആണ് കാഫിർ ആയതുകൊണ്ട് അവനെ തട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കമന്റ് ബോക്സുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ ചർച്ച നടക്കുന്നത്, ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. എന്തിനാ പോരാടുന്നത്? നീതിക്ക് വേണ്ടിയല്ല ഒരിക്കലും. രണ്ട് മതവിഭാഗക്കാർക്ക് വേണ്ടി, ഒരു മതക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. ഒരു മുസ്ലിം മതക്കാരെ, ഞാനും മുസ്ലിം തന്നെയാണ് എന്നും കരുതി ഞാൻ തീവ്രവാദിയൊന്നുമല്ല. ഞാനും ഈ ഇന്ത്യയിൽ തന്നെ, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നവനൊന്നുമല്ല. ഞാനും ഈ ഇന്ത്യയിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ തലമുറയും ജീവിച്ച് മരിക്കണം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞാനും. അതേപോലെ തന്നെ സമാധാനത്തോടുകൂടിയും ഇത് മതസൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് ഈ കേരളത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവൻ തന്നെയാണ്. എനിക്കും സുഹൃത്തുക്കളുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ എനിക്കും സുഹൃത്തുക്കളുണ്ട്. പണ്ടേ തൊട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ഇന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ അല്ലാത്തവരെ മാറ്റി നിർത്തിയിട്ടുമുണ്ട് ഇന്ന് ജീവിതത്തിൽ. എന്നും കരുതിക്കൊണ്ട് ഒരു ഹിന്ദു ആണെന്നോ, അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണെന്നോ, അല്ലെങ്കിൽ അവൻ മുസ്ലിം ആണെന്നോ വെച്ച് അവൻ്റെ കുടുംബം ഇല്ലായ്മ ചെയ്യാനോ, അവനില്ലായ്മ ചെയ്യാനോ, അവൻ്റെ കാലനാവനോ അന്ധകനാവനോ അല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. എല്ലാ മതത്തിനും അതിൻ്റേതായ ബഹുമാനം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അന്നും എന്നും അത് തന്നെ ഇവിടെ ഈ നാട്ടിൽ, ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് ഇതൊക്കെ കാണുമ്പോഴല്ലോ സത്യം പറഞ്ഞാൽ പേടി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിഭാഗക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ മാത്രം ചൂണ്ടി നിർത്തി, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഈ നാട്ടിൽ ഒരു നിയമം ഉണ്ടാക്കണമെന്നുള്ള രീതിക്ക് വേണ്ടി ഒരു വിഭാഗക്കാർ കമന്റ് ബോക്സുകളും അതുപോലെ തന്നെ വീഡിയോകളായിട്ട് പലവരും പല രീതിക്കും വന്ന് എഴുതി വിടുന്ന ഇതുപോലുള്ള ഡയലോഗുകളുണ്ടല്ലോ. അവൻ മുസ്ലിമാണ്, അവൻ അങ്ങനെയാണ്, കാഫിറുകളെ മാത്രമാണ് അവിടെ കൊന്നു തള്ളിയെന്ന്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഈ ഒരു വ്യക്തി കുതിരസവാരി നടത്തി സ്വന്തം കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി മുസ്ലിമായിരുന്നു. അവിടെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാണ്ട് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തീവ്രവാദിയൊന്നുമല്ല, ഒരു കാശ്മീരുകാരൻ. കുടുംബം പോറ്റാൻ വേണ്ടി അവിടെ കുതിരസവാരി, ടൂറിസ്റ്റുകൾക്ക് കുതിരസവാരി നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് തീവ്രവാദികൾ വന്നു പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്: താങ്കൾ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന്. അദ്ദേഹം മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പോയിക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആലോചിച്ച് അദ്ദേഹത്തിന് പോകാമെന്ന്. പക്ഷേ അദ്ദേഹത്തിനെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ ടൂറിസ്റ്റുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ചെറുത്ത് നിന്ന് സ്വന്തം ജീവൻ അവർക്ക് വേണ്ടി ത്യജിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം പേര് തന്നെയാണ്, മുസ്ലിം നാമധാരി തന്നെയാണ്. അവിടെ സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ടവർ പലരും